ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. കലത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ, ആ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ചോറ്, അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ്, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പച്ചരി എടുത്തിട്ടുള്ളത് അതേ അളവിൽ വേണം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര ഉണ്ടാകും. നിങ്ങളടുത്ത് ശർക്കര പൊടിയാണെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര പൊടി എടുക്കണം. ഇനി നല്ല തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേണം നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എന്നാലേ നമുക്ക് നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം റെഡി ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പിലേക്ക് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് കൈ വിടാതെ തന്നെ ഇളക്കി എടുക്കണം, ഇല്ലെങ്കിൽ മാവ് വെന്തു പോകും. നമ്മൾ കൈ വിടാതെ തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര എടുത്തിട്ടുള്ളത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ മധുരം കുറക്കാം. ഇനി നമുക്കൊരു വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ല ഒന്ന് വറുത്തെടുക്കാം. ഇനി തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കലത്തപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ മാവ് അടിയിലുണ്ടാകും. അപ്പോൾ നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ കുക്കറൊന്നും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ മതി. ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാകുമ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ മിക്സ് ഒന്ന് മുകളിലിട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമ്മളൊരു 12 മിനിറ്റോളം നമുക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ കലത്തപ്പം റെഡിയാക്കി കിട്ടും. നമ്മൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കലത്തപ്പം നല്ല ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളതൊന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ല, അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു. ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുത്താൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കേട്ടോ. അത് ചൂടോടുകൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇന്നത്തെ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.